ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു അവസാനം ഉണ്ടാവുമെന്ന് കരുതിയില്ല. ശ്രദ്ധിക്കണം. ഒരു തെളിവോ അവശേഷിപ്പിക്കരുത്. കരുതലോടെ വേണം നമ്മൾ നീങ്ങാൻ. എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഒരു സംശയവും മറ്റാർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. ശരി, അപ്പോ നാളെ നമുക്ക് റിസോർട്ടിൽ വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. ഇടയ്ക്കൊക്കെ മുടിയൊക്കെ ഇങ്ങനെയൊന്ന് ചീകി ഒതുക്കണം. അല്ലെങ്കിൽ കംപ്ലീറ്റ് മുടിയും കൊഴിഞ്ഞു പോവും. നോക്കട്ടെ. ഇപ്പൊ നല്ല സുന്ദരി കുട്ടി ആയിട്ടുണ്ട്. മുറിയിലേക്ക് പോയിക്കോട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ദേവിക്ക് ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവള് മുറിയിലേക്ക് തന്നെയാണോ പോകുന്നതെന്ന് നോക്കണമല്ലോ. ഏട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അഞ്ജലിക്ക് പരിചയമുള്ള റിസോർട്ടിൽ വെച്ച, അതും ഇവിടുന്ന് കുറച്ച് ദൂരെ. എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ കീർത്തിക്ക്? ഞാനും ഇതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. ഇവിടെ അടുത്ത് എത്ര റിസോർട്ടുകളുണ്ട്, എത്ര ഹോട്ടലുകളുണ്ട്. ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് എന്തിനാ ഇത്ര ദൂരേക്ക് പോകുന്നത്? ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അഞ്ജലി ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അത് പ്രേംരാജ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവരെന്താ സംസാരിച്ചേ? ഇത്ര പെട്ടെന്ന് എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുമെന്ന് കരുതിയില്ല. ശ്രദ്ധിക്കണം, ഒരു തെളിവ് അവശേഷിക്കരുത്, കരുതലോടെ വേണം നീങ്ങാൻ എന്നൊക്കെ അവള് പറഞ്ഞു. നാളെ റിസോർട്ടിൽ വെച്ച് കാണാമെന്നും അവനോട് പറഞ്ഞു. അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ രാഹുൽ. നമ്മൾ കരുതിയതുപോലെ അവളുടെ വരവിന്റെ ലക്ഷ്യത്തിന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എല്ലാം മോഹമാണ്. അവൾ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അവള് ലക്ഷ്യം വെക്കുന്നത് എന്റെ ഏട്ടന്റെ ജീവൻ തന്നെയായിരിക്കും കീർത്തി. അതിനുവേണ്ടിയാ തന്ത്രപൂർവ്വം അവള് ഏട്ടനെ അവൾക്ക് പരിചയമുള്ള റിസോർട്ടിൽ എത്തിക്കുന്നത്. നമുക്ക് റോഷൻ സാറിനോട് ഇതേപ്പറ്റി ഒരു സൂചന നൽകിയാലോ? ഏട്ടൻ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ഒന്നും സംഭവിക്കില്ല. വീണ്ടും നമ്മൾ വിഡ്ഢികളാവും, കുറ്റക്കാരാവും, അത്ര തന്നെ. എന്ത് ചെയ്യും നമ്മള്? ആലോചിക്കണം. അവൾ എന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്യട്ടെ. ഈ രാഹുൽ രവീന്ദ്രൻ ജീവനോടെ ഇരിക്കുമ്പോ ഏട്ടനൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മുത്തശ്ശി വാ, ഭക്ഷണം കഴിക്കാം. മുത്തശ്ശി പിണങ്ങാതെ. എനിക്ക് സങ്കടം വരും കേട്ടോ. എന്നെ സങ്കടപ്പെടുത്തുന്ന തീരുമാനമല്ലേ നീ എടുത്തത്? അത് മറന്നേക്ക് മുത്തശ്ശി. എനിക്ക് വിധിച്ചത് വിപിൻ അല്ലെന്ന് കരുതിയാ മതി. ഞാൻ മുത്തശ്ശിയെ ധിക്കരിച്ചു എന്നുള്ള തോന്നല് വേണ്ട. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു. എനിക്ക് അവനെ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. മുത്തശ്ശിയുടെ വിഷമം കണ്ടാ തോന്നുമല്ലോ ഞാൻ കല്യാണമേ കഴിക്കില്ലെന്ന് പറഞ്ഞെന്ന്. നിനക്ക് വിധിച്ചത് ആരെയാ? ആർക്കു വേണ്ടിയാ നീ വിപിനെ ഒഴിവാക്കിയത്? പറയ്. നിനക്ക് ചേരുന്ന ആളാണെങ്കിൽ
അവനുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരാം. ആരാണെന്ന് പറ. രാഹുൽ സാർ എന്റെ മനസ്സിലുള്ളത്. കലാവതിയുടെ മകനാ? അതെ. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടം. അവനോ? അറിയില്ല. കുറെ കാലമായി എന്റെ മനസ്സിൽ രാഹുൽ സാറുണ്ട്. ഞാൻ ഈ കാര്യം അച്ഛനോട് പറഞ്ഞിരുന്നു. എന്റെ മനസ്സിലുള്ളത് രാഹുൽ സാറിനോട് പറയാൻ പറഞ്ഞു. പലതവണ ഞാൻ പറയാൻ ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. ഒരിക്കൽ പറയാൻ ഉറപ്പിച്ചു തന്നെ ഞാൻ പോയി. ഞാൻ പറയുന്നതിന് മുൻപേ സാർ എന്നോട് പറഞ്ഞു കീർത്തി ചേച്ചിയെ ഇഷ്ടമെന്ന്. പക്ഷെ പറയാൻ പറ്റുന്നില്ല, നീ ഒന്ന് പറയുമെന്ന് ചോദിച്ചു. ഞാൻ ഇതുവരെ ആ കാര്യം ചേച്ചിയോട് പറഞ്ഞില്ല. കൊള്ളാം. നിന്റെ മനസ്സിൽ അവൻ, പക്ഷെ അവന്റെ മനസ്സിൽ കീർത്തിയാ ഉള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോടി നീ വിപിനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചത്? എന്തു ഭാവിച്ച നീ അവനെ കാത്തിരിക്കുന്നത്? എന്തൊരു മണ്ടിയാണ് നീ. രാഹുൽ സാറ് എന്നെ കളിപ്പിക്കാനായി പറഞ്ഞാന്നാ തോന്നുന്നേ. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ കീർത്തി ചേച്ചി വേറൊരു വിവാഹത്തിന് സമ്മതം മൂളുമ്പോ വിലക്കില്ലേ? അതുണ്ടായില്ല. പിന്നെ കീർത്തി ചേച്ചിയുടെ മനസ്സിൽ രാഹുൽ സാർ ഉണ്ടെങ്കിൽ ചേച്ചി വേറൊരു വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നു. അപ്പോ അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്നുള്ളത് ഉറപ്പാണ്. അതെ. ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ അതിന് അദ്ദേഹം എതിര് പറയില്ല. ചിലപ്പോഴുള്ള നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ എന്നോട് ഇഷ്ടമുള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ ഞാൻ പോയി കലാവതി ഒന്ന് കാണാം, സംസാരിക്കാം. അതൊന്നും ഇപ്പൊ വേണ്ട മുത്തശ്ശി. അദ്ദേഹത്തെ കൊണ്ട് എന്നെ പറയിപ്പിക്കും എന്നെ ഇഷ്ടമാണെന്ന്. അത് കഴിഞ്ഞ് വിവാഹം ഉറപ്പിക്കാനായി മുത്തശ്ശി പോയാ മതി. പെട്ടെന്ന് തന്നെ വേണം. ഒക്കെ നിന്റെ മിടുക്ക് പോലിരിക്കും. കീർത്തിയുടെ വിവാഹത്തിന് മുമ്പ് നിന്റെ വിവാഹം നടക്കണം. അതെന്റെ വാശിയാണ്. ഈ റിസോർട്ട് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടിന്റെ, അഞ്ജലിയുടെ ഫ്രണ്ടിന്റെ എന്ന രീതിയിലാണ് റോഷനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് റോഷൻ ഇവിടെ ബുക്ക് ചെയ്യുന്നത്. ഇനി അഥവാ അന്വേഷണം നടന്നാൽ തന്നെ നമ്മളെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മളെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല പ്രേം. നമ്മുടെ മേൽ ഒരു സംശയത്തിനും ഇടം നൽകാതെ ആയിരിക്കും റോഷൻ അവസാനിക്കുക. ഈ കൊട്ടേഷൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊന്നല്ലോ. എപ്പോഴായാലും റോഷന്റെ മരണം ഞാൻ നമ്മളിലൂടെ തന്നെ ഉറപ്പിച്ചതാ. അത് ഇത്ര പെട്ടെന്ന് തന്നെ വേണ്ടി വരുമെന്ന് കരുതിയില്ല. അഞ്ജലി പ്രഗ്നന്റ് ആയതാണ് ഇതിന് കാരണം. താൻ അഞ്ജലി ഒന്ന് വിളിക്ക്. താൻ ഇവിടെ എത്തിയ കാര്യം അവളെ ഒന്ന് അറിയിക്കേ. അവൾക്ക് സന്തോഷാവട്ടെ. ഹലോ പ്രേം. അഞ്ജലി, ഞാനും മനു റിസോർട്ടിലെത്തി. കോടികളുടെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വരുന്നതാണല്ലോ. ഇവിടെ സെലിബ്രേഷനെ കാണുമല്ലോ. തീർച്ചയായും. സെലിബ്രേഷന് പങ്കെടുക്കാനായി വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും വരുമോ? വരുന്നുണ്ടെങ്കിൽ റോഷനോട് പറഞ്ഞ് തന്ത്രപൂർവ്വം അവരെ ഒഴിവാക്കണം. അവരൊക്കെ വന്ന പ്രശ്നമാണ്. പ്ലാൻ ഉദ്ദേശിച്ച രീതി നടക്കണമെന്നില്ല. ആ പേടി വേണ്ട. ഞാനും റോഷനും മാത്രമേ വരുന്നുള്ളൂ. ശരി അഞ്ജലി, നമുക്ക് നാളെ കാണാം. ഓക്കെ. ഗുഡ് നൈറ്റ് പ്രേം. എന്തൊക്കെയോ പന്തികേട് മണക്കണുണ്ട്. അഞ്ജലിയുടെ ഈ അമിത സന്തോഷത്തിൽ തന്നെ കള്ളലക്ഷണമുണ്ട്. നിന്റെ പ്ലാനൊക്കെ കൊള്ളാം. നാളെ നീ റിസോർട്ടിലെത്തണം. ഒപ്പം കീർത്തി ഉണ്ടാവുന്നതും നല്ലതാ. മുത്തശ്ശൻ കൂടി വരണം.
അല്ലാതെ ഞങ്ങൾ മാത്രമായി പോകുമ്പോൾ അഞ്ജലിക്ക് സംശയം തോന്നും. എങ്കിൽ അതിന് വഴിയുണ്ടാക്കി ഞാൻ വരാം. നീ കീർത്തിയെ വിളിച്ചൊന്ന് സംസാരിക്ക്. ഹലോ രാഹുൽ. അപകടകരമായ എന്തോ അഞ്ജലി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നു. കൂടെ മുത്തശ്ശനുണ്ടാവും. റിസോർട്ടിൽ പോകുന്നതിന് എന്ത് കാരണം പറയും? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റിസോർട്ടിലെത്തി ഒരു മിസ്സിംഗ് മനസ്സിലാക്കി ഏട്ടൻ എന്നെ വിളിക്കും. ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ റിസോർട്ടിലേക്ക് പോകും. കൂടെ താനും മുത്തച്ഛനും വരും. ഞാൻ ആ റിസോർട്ടിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ആയുർവേദ ട്രീറ്റ്മെന്റൊക്കെ ഉള്ള റിസോർട്ടാണത്. ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞ് മുത്തച്ഛനെ കൂട്ടാം. മുത്തച്ഛന്റെ കൂടെ തനിക്കും വരാലോ. രാഹുലിന്റെ പ്ലാൻ കൊള്ളാം. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊക്കെ നടക്കും. ഭാഗ്യം ഉണ്ടാവും. വിവാഹം കഴിഞ്ഞതോടെ അഞ്ജലി ജയിച്ചെന്നാണ് കരുതുന്നത്. പക്ഷെ അവളുടെ പുറകെ തന്നെ നമ്മളുണ്ട്. അവള് തോറ്റോണ്ടിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കുന്നില്ല. നാളെ അവളുടെ മുഖംമൂടി അഴിയുന്ന ദിവസം, നമ്മൾ ജയിക്കുന്ന ദിവസവും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. മുത്തശ്ശൻ കിടന്നോ? എനിക്കൊരു ഇത്തിരി ജോലി കൂടി ബാക്കിയുണ്ട്. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട, ഇത് എനിക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. എഗ്രിമെന്റ് എത്ര കോടിയുടെയാന്ന് പറഞ്ഞില്ല. 3 കോടിയുടെ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാ ഒരു ക്ലയന്റിൽ നിന്ന് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത്. ഒരു വലിയ തുക അഡ്വാൻസായി റോഷന്റെ അക്കൗണ്ടിലേക്ക് വരുമായിരിക്കും അല്ലേ? ഒരു 1.5 കോടിയോളം വരും. നാളെ രാവിലെ തന്നെ നമുക്ക് ഇറങ്ങണം. കൃത്യസമയത്ത് റിസോർട്ടിൽ എത്തണം. നൈറ്റ് അവിടെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അതിനു പറ്റിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്. ഒക്കെ പാക്ക് ചെയ്തല്ലോ? ചെയ്തു. വെരി ഗുഡ്. എങ്കിൽ കിടക്കാം. വ്രതം മുത്തശ്ശൻ പറഞ്ഞില്ലേ, വ്രതം. വ്രതം. ഗുഡ് നൈറ്റ് അഞ്ജലി. ഞാൻ സോഫയിൽ കിടന്നോളാം. നാളെ മോർണിംഗ് റോഷനും അഞ്ജലി ഇവിടെ എത്തും. ഞാൻ ചൂണ്ടിക്കാണിച്ചു തരും അവനെ. എവിടെ വെച്ച് എങ്ങനെ അവനെ തീർക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഈ റിസോർട്ടിന്റെ മുക്കും മൂലയും ഇതിനോടകം എന്റെ മനസ്സിൽ കയറി. എവിടെ വെച്ചും എനിക്കത് ചെയ്യാൻ കഴിയും. പകലെന്നോ രാത്രിയെന്നോ ഇല്ല, എനിക്കിവനെ കൊല്ലാൻ പറ്റും. സൈലൻസർ ഘടിപ്പിക്കാൻ പറ്റുന്ന തോക്കാണിത്. വെടിയേച്ച ഉണ്ടാവില്ല. നിശബ്ദമായി ഒറ്റ വെടിക്ക് റോഷനെ തീർക്കാൻ പറ്റും. അവനിവിടെ വന്നു കിട്ടിയാൽ മാത്രം മതി.
എന്റെ മനസ്സ് വിചാരിക്കുന്നിടത്ത് ഈ പന്തെത്തും. അതാണ് ഫുട്ബോൾ മാച്ചിലെ എന്റെ വിജയരഹസ്യം. അത് പന്ത്. പക്ഷേ അങ്ങനെ മനസ്സ് വിചാരിക്കുന്നിടത്ത് എല്ലാം എത്തിക്കൊള്ളണമെന്നില്ല. എത്തിച്ചാലോ? ഒരു മിനിറ്റേ. എന്തു പറ്റി? ഒരുത്തൻ ഫൗൾ ചെയ്തു. ഒരു പെനാൽറ്റി അടിക്കാം. ആ ദ്രോഹി കാരണം ഉറങ്ങാനും പറ്റുന്നില്ലല്ലോ. ആ ദ്രോഹി മധുവിന്റെ പണിയാണിത്. കണി കാണാൻ വേണ്ടി അവൻ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. റോഷൻ, നമ്മള് പെട്ടെന്ന് തന്നെ മടങ്ങില്ലല്ലോ അല്ലേ? ഇല്ല, ഇന്ന് നൈറ്റ് അവിടെ തങ്ങാം. നാളെ മോർണിംഗ് ഇവിടേക്ക് തിരിക്കാം. നമുക്ക് ഇറങ്ങാം, ലേറ്റ് ആക്കണ്ട. ഒന്നും മറന്നില്ലല്ലോ അല്ലേ? വേണ്ട പേപ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യണോ? വേണ്ട, വാ. നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന കമ്പനിയുടെ MD ചന്ദ്രശേഖരൻ സാറാ. ഹലോ സർ. റോഷൻ, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വിട്ടു. റിസോർട്ടിലേക്കുള്ള യാത്രയില്ല. ഞാനും വൈഫും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സാർ. ഒരു 2 മണിക്കൂറിനകത്ത് ഞങ്ങൾ അവിടെ എത്തും. ഓക്കെ റോഷൻ. ഓക്കെ, താങ്ക് യു സർ. അദ്ദേഹവും റിസോർട്ടിലേക്കുള്ള യാത്രയില്ല. നമുക്ക് ഇറങ്ങാം, സമയം കളയണ്ട. വാ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. റോഷനെ അപകടപ്പെടുത്താനാണ് റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോ അത് തടയാനായി നമ്മൾ അവിടെ ചെല്ലണം. നമ്മളവിടെ ചെല്ലുവാനായി ഒരു കാരണമുണ്ടാക്കാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ട ഫയൽ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് റോഷനെ അവർക്ക് അപകടപ്പെടുത്താലോ. അക്കാര്യത്തിൽ എനിക്ക് ടെൻഷനുണ്ട് മോളെ. ഏയ്, മുത്തശ്ശൻ പേടിക്കണ്ട. റോഷൻ സാറിനെ അവൾ അപകടപ്പെടുത്താൻ നോക്കുന്നതിന് പിന്നിൽ റോഷൻ സാറിന്റെ സ്വത്ത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടികളുടെ എഗ്രിമെന്റ് റോഷൻ സാർ സൈൻ ചെയ്യുന്നത്. എഗ്രിമെന്റ് സമയത്ത് തന്നെ വൻ തുക സാറിന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് അഞ്ജലിക്കറിയാം. സമ്പത്താണ് അവളുടെ ലക്ഷ്യമെങ്കിൽ ആ എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം മാത്രമേ അവള് റോഷൻ സാറിനെ അപകടപ്പെടുത്താൻ നോക്കൂ. ഓ, അത് ശരിയാ. അതായത് നമ്മൾ അവിടെ ഫയലുമായി എത്തുന്നതിന് മുമ്പ് ഒന്നും സംഭവിക്കില്ലെന്ന്. അഞ്ജലി നേരിട്ട് അപകടപ്പെടുത്താൻ ശ്രമിക്കില്ല. പ്രേംരാജ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും. എല്ലാത്തിനും കൈയോടെ പിടിപൊടി ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിഞ്ഞ. ഇതെല്ലാം നിങ്ങളുടെ ഊഹമാണ്. എങ്കിലും നമ്മളവിടെ ചെല്ലണം. എന്റെ റോഷൻ ഒരു ആപത്തും സംഭവിക്കരുത് മോനെ. എത്ര കാലമായി ബിസിനസ് നടത്തുന്നു. ഇങ്ങനെ ഒരു സന്തോഷം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? അതാണ് വന്നു കയറിയ പെണ്ണിന്റെ ഗുണം.